കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം. प्रभु की अति पवित्र नाम को महिमा मिलने पाए. കർത്താവിന്റെ ദാസനെയും കുടുംബത്തിനായും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. प्रभु की दास लोगों को और उनके परिवारों के लिए मैं प्रभु को धन्यवाद करता हूँ. ഈ സൂം പ്ലാറ്റ്ഫോമില് കർത്താവിന്റെ കൃപയാല് കൂടി വന്നിരിക്കുന്ന എല്ലാ വിശുദ്ധ ജനത്തെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. आज जूम मीडिया में आया हुआ हर एक प्रभु का पवित्र लोगों के लिए मैं धन्यवाद करता हूँ. ഇതിനു മുമ്പ് 2 പ്രാവശ്യം കർത്താവിന്റെ കൃപയാൽ വിശുദ്ധ ജനത്തോട് ഒരുമിച്ച് ആയിരിക്കുവാൻ കർത്താവ് തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. इससे पहले 1-2 बार मैं आपके साथ संगति करने का परमेश्वर ने मेरे जीवन में अवसर दिए थे. എല്ലാവരെയും നമുക്ക് മുഖാമുഖം കാണുവാൻ കഴിയുന്നില്ല എങ്കിലും ഇങ്ങനെ കർത്താവ് ഒരുക്കിയ നല്ല ഒരു അവസരത്തിനായിട്ട് സ്തോത്രം. हर एक को मैं आमने सामने नहीं देख पाता, लेकिन इस मीडिया का द्वारा कुछ लोगों को देख पा रहा. इस अवसर के लिए मैं प्रभु को धन्यवाद करता हूँ. നമുക്ക് ജീവനുള്ള പ്രത്യാശ തന്ന കർത്താവിന്റെ വചനം ഞാൻ ഇങ്ങനെ ഓർക്കുന്നു. हमारे को आशा दिया हुआ जीवित खुदा का वचन को मैं याद करता हूँ. ഒരു നാളിൽ നാം മുഖാമുഖം കാണും. एक दिन हम आपस में देखेंगे. അത് ഈ ഭൂമിയിലായിരിക്കുകയില്ല, वो इस धरती पर नहीं होगा. സ്വർഗസ്ഥനായ പിതാവ് പുത്രൻ മുഖാന്തരം ഒരുക്കിയ ആ സ്വർഗരാജ്യത്തിൽ അവനോട് കൂടെ നാം ഒരുമിച്ച് മുഖാമുഖം കണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിന്റെ സന്തോഷത്തിലായിരിക്കുവാൻ കർത്താവ് നമുക്ക് ഇന്ന് തന്നിരിക്കുന്ന ജീവനുള്ള പ്രത്യാശയ്ക്കായി സ്തോത്രം. हालेलुया. एक दिन प्रभु यीशु मसीह के द्वारा परमेश्वर ने हमारे लिए बनाया हुआ और सुंदर स्वर्गीय हालेलुया जगह के लिए मैं प्रभु को धन्यवाद करता हूँ. നമ്മുടെ ഇന്നത്തെ ഭൗമിക സാഹചര്യത്തിൽ ഏകദേശം എല്ലാവരും പ്രാണ ഭയത്തിലായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ എല്ലാവരും അറിയുന്ന സത്യമാണ്. आज जीवन का भय में हर एक व्यक्ति है इस समय. എന്നാൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരായ നമുക്കേവർക്കും തിരുവെഴുത്ത് പറയുന്ന ഒരു മർമ്മമുണ്ട്. वचन सुनने वाला हर एक व्यक्तियों के लिए परमेश्वर की पवित्र वचन बोलने वाला एक भेद है. മറ്റുള്ള സകലരെക്കാളും നമ്മളുടെ മരണ ഭയം നീങ്ങിപ്പോയിരിക്കുന്നു. वो ये है कि बाकी दुनिया का सब लोगों से बढ़कर हमारा जो मृत्यु का डर हमसे दूर हो गया. കാരണം നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതിനാൽ. इसलिए कि हमारा प्रभु यीशु मसीह हमारे लिए जीवन दिया है. ആ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമെങ്കിലും जो क्रूस का जो वचन है जो खत्म होने वाला के लिए एक झूठ बात है, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു. जो उद्धार पाने वाला हमारे लिए एक बहुत बड़ा सामर्थ्य है. അല്പനിമിഷങ്ങൾ നമ്മുടെ മുമ്പിൽ കർത്താവ് സാവകാശം തന്നിരിക്കുന്നതിനായി സ്തോത്രം. थोड़ी देर हम प्रभु की वचन मनन के लिए परमेश्वर ने हमको अवसर दिया, इसलिए धन्यवाद. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം यूहन्ना का सुसमाचार उसका पहला अध्याय 34-35 വാക്യങ്ങൾ വായിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 34 और 35 वचन पढ़ने के लिए हालेलुया मैं चाहता हूँ. ഹിന്ദിയിൽ വായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചിരിക്കുന്നത് നന്നായിരിക്കും. और मैंने देखा और गवाही दी कि यही परमेश्वर का पुत्र है. दूसरे दिन फिर यूहन्ना और उसके चेलों में से 2 जन खड़े हुए थे. വായിക്കാൻ വീണ്ടും 35 കൂടെ. दूसरे दिन फिर यूहन्ना और उसके चेलों में से 2 जन खड़े हुए थे. അതിന്റെ അടുത്ത വാക്യം, और उसने यीशु पर जो जा रहा था दृष्टि करके कहा, देखो यह परमेश्वर का मेमना है. മലയാളം ബൈബിളിൽ 35 ഉള്ള വാക്യം ഹിന്ദി ബൈബിളിൽ 36 വന്നത് കൊണ്ട് ഒരു വാക്യം കൂടെ വായിക്കേണ്ടി വന്നു. സ്തോത്രം. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലന്റെ ഒരു സാക്ഷ്യം 2 പേരോട് പ്രസ്താവിച്ച ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. यूहन्ना जो बपतिस्मा देने वाला अपनी गवाही 2 लोगों को प्रस्तावन किया हुआ एक वचन है यहाँ जो हमने पढ़ा.
ആ 37-ാം വാക്യത്തിൽ 36-ാം വാക്യത്തിൽ ഇങ്ങനെ വായിച്ചു, ഇതാ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. वहां 36वां वचन में हमने ये पढ़ा, देखो जो परमेश्वर का मेमना जो पाप को वो ऊपर उठाते हैं. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ 29-ാം വാക്യം, 1-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം വായിക്കുമ്പോൾ उसका 19वां वचन में इस तरीके से लिखा है, യേശു കർത്താവ് സ്നാപക യോഹന്നാന്റെ അടുക്കലേക്ക് വരുന്ന ഒരു ചിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. यीशु मसीह बपतिस्मा देने वाला यूहन्ना बपतिस्मा के पास आते हुए एक चित्र हमको दिखाई देता है. ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ, परमेश्वर का पवित्र वचन हम ध्यान से जब हम पढ़ते हैं, നമ്മുടെ ഹൃദയത്തിൽ ഒരു കാര്യം നമുക്ക് ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. हमारा मन में एक बहुत बड़ा वचन बातों को हमको ध्यान करना. നാം വായിക്കുന്നതും കേൾക്കുന്നതും ദൈവത്തിന്റെ അരുളപ്പാടാണ്. हम जो पढ़ते हैं और जो सुनते हैं ये परमेश्वर का वाणी है. അത് പിതാവായ ദൈവം നമ്മെ ആകർഷിച്ചുകൊണ്ട് അവന്റെ ആലോചന കേൾപ്പിക്കുകയാണ്. जो परमेश्वर हमको अपने ओर खींचते हुए अपनी वचनों को हमको दे रहा है. അപ്പോൾ നമ്മൾ വായിക്കുന്ന വചനത്തിന്റെ ഒരു ചിത്രം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ വരച്ചു കാട്ടുന്നത് കാണുവാനും നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. हालेलुया. परमेश्वर की पवित्र वचन एक चित्र हमारा दिल में देते हैं, उसको भी हम देखने के लिए अपनी आंखों को खोलना है. കാരണം എബ്രായ ലേഖനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പറയുന്ന ഒരു വചനമുണ്ട്. और इब्रानियों का पत्री में परमेश्वर की पवित्र वचन में इस तरीके से लिखा है, അന്നാളുകളിൽ ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. उस दिनों में मैं उनकी दिलों में लिखूंगा. അങ്ങനെയാണെങ്കിൽ ഈ കാലം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ വിരലുകളാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടെ എഴുതപ്പെടുന്ന നാളുകളായി തീരട്ടെ. हालेलुया. ऐसा है तो इस दिनों में परमेश्वर की हालेलुया लोग होने की वजह से हमारे दिलों में लिखने वाला दिन होने पाए. ദൈവത്തിന്റെ തിരുവെഴുത്ത് ആത്മാവിൽ നിവർത്തിക്കപ്പെടുന്നു എങ്കിൽ അത് നിത്യതയോളം നിലനിൽക്കുക തന്നെ ചെയ്യും. परमेश्वर का पवित्र वचन की जो पूर्तिकरण है वो अनंत काल तक जब हम होते हैं तब तक के लिए. ഇവിടെ വചനത്തിലേക്ക് പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. बहुत जल्दी में प्रभु की वचन की ओर मैं आपके मनों को लाता हूँ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം. यूहन्ना का सुसमाचार उसका पहला अध्याय 29वां वचन. ആ ചിത്രം ഞാൻ നിങ്ങൾക്കൊന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. वो जो चित्र है थोड़ा मैं आपको याद दिलाना चाहता हूँ. യോർദാൻ നദിയുടെ തീരത്ത് നിൽക്കുന്ന സ്നാപക യോഹന്നാൻ यूहन्ना बपतिस्मा जो देने वाला यूहन्ना बपतिस्मा जो यॉर्दन नदी के किनारे पे खड़ा है. ഇതാ പിതാവായ ദൈവം തന്റെ പുത്രനെ യോഹന്നാന്റെ മുൻപിലേക്ക് അയച്ചു. पिता परमेश्वर ने अपना पुत्र यीशु मसीह को यूहन्ना बपतिस्मा देने वाले के पास भेज रहा है. 29-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, 29वां वचन इस तरीके से हम पढ़ते हैं, യേശു തന്റെ അടുക്കൽ വരുന്നത് യോഹന്നാൻ കണ്ടു. यीशु अपनी ओर आते देख यूहन्ना ने देखकर कहा, അവൻ കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ പിതാവായ ദൈവത്തിന്റെ സ്വർഗീയ ശബ്ദം പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ തന്റെ ഹൃദയത്തിൽ വെളിപ്പാട് കൊടുത്തു. जैसे वो यीशु मसीह को देख रहा है उसी टाइम परमेश्वर की आत्मा का जो बात है हालेलुया उनके दिलों में दे रहा है. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. और उन्होंने कहा, देखो ये परमेश्वर का मेमना है जो जगत के पापों को उठा ले जाता है. യോഹന്നാൻ കണ്ട അതേ കാഴ്ച ആത്മാവിൽ നമ്മുടെ കണ്ണുകളിലും കാണുവാനിടയായി തീരട്ടെ. यूहन्ना बपतिस्मा ने जो आत्मा में देखा हुआ उस चित्र को हम भी अपनी आत्मिक आंखों से देखने पाए. അതിനായി പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ സഹായിക്കട്ടെ. आज पवित्र आत्मा इस जूम ऑनलाइन में जितने लोग बैठे हैं सभी लोगों को उस चित्र को देखने के लिए पवित्र आत्मा सहायता करने पाए. യോഹന്നാന്റെ മുൻപിലേക്ക് പിതാവായ ദൈവം തന്റെ സ്വപുത്രനെ അയച്ചു. परमेश्वर अपनी स्वपुत्र को यूहन्ना बपतिस्मा देने वाले के सामने भेजा. ഒരു സാക്ഷ്യവും അവന് കൊടുത്തു. एक गवाही उनको दिया. ഇതാ
ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. दुनिया को पाप को उठाने वाला हालेलुया परमेश्वर का मेमना. ലോകത്തിൽ മനുഷ്യനായി ജനിച്ച ആദാമ്യ പാപത്തിൽ ജനിച്ച ആർക്കും തന്നെ പരിഹരിക്കുവാൻ കഴിയാത്ത വലിയൊരു വിഷയം പാപം. हालेलुया आदम का खून से जो पैदा हुआ धरती का हर एक व्यक्ति को हालेलुया जो पाप से छुटकारा नहीं पा सकता वो बाप മുഴു ലോകവും ലോകമുള്ള കാലത്തോളവും അനുഭവിക്കുന്ന പാപം. हालेलुया उस पाप को पूरी दुनिया के समय पर जब तक दुनिया रहेगी तब तक के बाद പിതാവായ ദൈവത്തിന്റെ അനാദി നിർണയം സ്നാപക യോഹന്നാൻ വ്യക്തമായി കേൾപ്പിച്ചു, നീ ഒരു സാക്ഷ്യം പ്രസ്താവിക്കണം, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ. उन लोगों के लिए परमेश्वर ने यूहन्ना बपतिस्मा देने वाले को मन में दे दिया, तूने एक गवाही को बताना पड़ेगा जो हालेलुया पूरी दुनिया की पाप को उठाने वाला परमेश्वर का मेमना. ആ സ്നാപക യോഹന്നാൻ അതേ സാക്ഷ്യമായി പറഞ്ഞു. वो यूहन्ना बपतिस्मा एक गवाही के तौर पर बोला गया, പിതാവായ ദൈവം എനിക്ക് അവൻ പറഞ്ഞ വചനത്താൽ ഉറപ്പു തന്നു. परमेश्वर ने उनके वचन के द्वारा मुझे हालेलुया धीरज दिया. ആ സാക്ഷ്യത്തിന്റെ അവസാന ഭാഗം 34-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു നിർത്തി. हालेलुया उसका 34वां वचन में वो गवाही को इस तरीके से बोलकर समाप्त किया, ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. मैंने देखा और गवाही दी है कि यह परमेश्वर का पुत्र है. കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു ചിത്രവും ഒരു ശബ്ദവും മുഴങ്ങുവാൻ ദൈവം കൃപ നൽകട്ടെ. हालेलुया जो सुनने वाला और हालेलुया और लोगों को अंदर परमेश्वर का एक चित्र को देखने का मिला. ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. मैंने देखा और गवाही देता हूं कि यही परमेश्वर का पुत्र है. ഒരു മർമ്മം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. एक भेद में आपको याद दिलाना चाहता हूं, നമ്മുടെ മുമ്പിൽ നമ്മളുടെ ഈ കേൾക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും മുമ്പിലേക്ക് ഒരു നാളിൽ പിതാവായ ദൈവം സുവിശേഷം എത്തിച്ചു. हम जो आज जो वचन सुनने वाले एक एक व्यक्तियों का जीवन में परमेश्वर पिता ने हमको सुसमाचार भेजा. ഈ സ്നാപക യോഹന്നാനെ പോലെ യേശുവിനെ പിതാവായ ദൈവം അയച്ചിട്ട് കണ്ടവർ നമ്മോട് സാക്ഷ്യം പറഞ്ഞു. जो व्यक्ति यीशु मसीह को अपनी आंखों से देखा वो लोगों ने वचन में लिखा और उन्होंने गवाही दी. അവയോട് ഒരു കാര്യം പറഞ്ഞു, നീ വെള്ളത്തിൽ ഇവരെ സ്നാനപ്പെടുത്തണമെന്ന് യോഹന്നാന് കർത്താവ് ആജ്ഞ കൊടുത്തു. हालेलुया परमेश्वर ने यूहन्ना को आज्ञा दिया, तुम इनको पानी के द्वारा बपतिस्मा देना. ആ സ്നാനത്തിലൂടെ മറ്റൊരു സന്ദേശവും കൂടെ അവർക്ക് കൊടുക്കണം. इस बपतिस्मा के द्वारा उनके लिए एक और संदेश को देना पड़ेगा. ഇതിന്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്നവനായിരിക്കും. जो मेरे पीछे आने वाला हालेलुया पवित्र आत्मा के द्वारा बपतिस्मा देने वाला है. ഒരു സ്നാനം ഏൽക്കുന്നവർക്ക് മറ്റൊരു ഗിഫ്റ്റ് കൂടെ ഉണ്ടായിരിക്കും. हालेलुया एक बपतिस्मा लेने वाले को एक और दूसरा चीज भी दे रहा है. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുക്കലേക്ക് സുവിശേഷത്താൽ പിതാവായ ദൈവം അയച്ചവർക്കായി സ്തോത്രം. हालेलुया हमारे पास जिसने सुसमाचार पहली बार भेजा उस व्यक्ति के लिए हम लोग इस समय धन्यवाद करेंगे. സുവിശേഷം നമ്മളോട് അറിയിച്ചവരുടെ അടുത്തേക്ക് പിതാവായ ദൈവം തന്റെ പുത്രനെ അയച്ചതിനായി സ്തോത്രം. हालेलुया जिन्होंने हमारे ऊपर समाचार बोलने के लिए जिसने परमेश्वर ने उनको भेजा उस परमेश्वर को हम धन्यवाद करते हैं. നമുക്ക് തിരിഞ്ഞു നോക്കി ദൈവത്തിന് നന്ദി പറയുവാൻ ഏറെയുണ്ട്. हालेलुया हम मोड़ कर देखकर परमेश्वर को बोलने के लिए बहुत कुछ है हमारे पास. നമുക്ക് ഈ ലോകത്തിന്റെ കാലം എത്രയെന്ന് നമുക്കറിയില്ല. यह दुनिया की समय कितना है करके हम नहीं जानता. ഈ ലോകത്തിൽ നമുക്കുള്ള കാലഗതിയും എത്രയെന്ന് നാം അറിയുന്നില്ല. हालेलुया ये दुनिया में हमारा समय कितना है करके वो भी हम नहीं जानता. ഇന്ന് നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ ദുഃഖകരമായ അനുഭവമാണ് എന്നും നമ്മൾ കാണുന്നത്. हमारा ये समय पर हम बहुत बड़े दुख की बातों को रोज देख रहा हूं.
ഇവിടെ ഈ പ്രദേശത്ത് ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളുടെ ശുശ്രൂഷകരും പലരും മരണത്താൽ മാറ്റപ്പെട്ടു കഴിഞ്ഞു. हमारे जहां मैं हैदराबाद से आपसे बात कर रहा हूं, मेरे चारों ओर मेरे बड़े अच्छे खास दोस्त लोग, रिश्तेदार लोग और प्रभु का दास लोग भी ये बीमारी के द्वारा गुजर चुका है. മാനുഷികമായി നമുക്ക് ദുഃഖമുണ്ട് എങ്കിലും मानसिक तरीके से बहुत गहरे दुख है जरूर. കർത്താവിന്റെ വചനത്താൽ തന്ന ആശ്വാസം കൊണ്ട് ഒരു സന്തോഷവുമുണ്ട്. परमेश्वर की पवित्र वचन जो हमको सामर्थ्य देता है, उसके द्वारा जो एक आत्मिक खुशी भी है. ഈ ദുഷ്ട ലോകത്തിൽ നിന്നും നിത്യരാജ്യത്തിലേക്ക് പിതാവായ ദൈവമാരെ വിളിച്ചു ചേർത്തു എന്നതിനായി സ്തോത്രം. ये पाप वाला, ये क्रिकेट वाला दुनिया से उन व्यक्तियों को प्रभु अपनी पवित्र दुनिया के लिए स्वर्गीय राज्य में उनको बुला लिया. इस तरीके से एक खुशियां है. നമ്മിൽ പലരും പലവിധമായ ജോലികൾ ചെയ്യുന്നവരായിരിക്കാം. हमारे बीच में अलग अलग कार्यों को करने वाला लोग है. हम നമുക്ക് പ്രൊമോഷൻ ലഭിക്കത്തക്കവണ്ണമുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ടാകാം. हालेलुया. हमको पदोन्नति मिलने वाला जो काम करने वाला लोग भी होते हैं. ഇന്ന് ചെയ്തിരിക്കുന്ന മേഖലയിൽ നിന്നും ഒരു പ്രൊമോഷൻ നമുക്ക് ലഭിച്ചാൽ സന്തോഷിക്കാത്തവരാരാണുള്ളത്? हालेलुया. आज जो काम हम कर रहा है, उस काम से एक पदोन्नति हमको मिलने करके कौन नहीं चाहता? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇന്നത്തെ വിശുദ്ധരുടെ മരണത്തിലും ഒരു സുവാർത്തയുണ്ട്. हालेलुया. आज जो धरती को जो प्रभु यीशु मसीह में जो सो रहे हैं, उन लोगों के अंदर उनका मृत्यु के द्वारा भी एक सुसमाचार हम हालेलुया कानों में सुन रहा है. ഈ ദുഷ്ട ലോകത്തിൽ നിന്നും പിതാവായ ദൈവം പുത്രൻ മുഖാന്തരം ഒരു പ്രൊമോഷൻ സ്വർഗത്തിലേക്ക് നൽകിയിരിക്കുന്നു. हालेलुया. ये कुक्कड़ वाला, दोष वाला, पाप वाला दुनिया से सर्वशक्तिमान पिता परमेश्वर ने उनको एक पदोन्नति देकर स्वर्ग राज्य का वारिस बनाया. സാധാരണ മനുഷ്യരുടെ മരണത്തിൽ ലോകം ദുഃഖിക്കുമ്പോൾ साधारण रूप से मनुष्यों का जो मृत्यु में दुनिया बहुत दुख रोती है और दुख प्रकट करती है. ആത്മീയരെ സംബന്ധിച്ച ഒരു സന്തോഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. आत्मिक लोगों के लिए हालेलुया परमेश्वर की आत्मा हमको एक खुशी देता है. അതാണ് നമ്മുടെ ജീവനുള്ള പ്രത്യാശ. वो है हमारा जीवित आशा. ഇനി നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് വരുന്നു. हम जो पढ़े हैं उस वचन में हम आते हैं. 35 വാക്യം ഇങ്ങനെ വായിച്ചു. हालेलुया. 35वां वचन इस तरीके से हम पढ़ा. പിറ്റേന്നാൾ യോഹന്നാനും യോഹന്നാന്റെ കൂടെ 2 ശിഷ്യന്മാരും നിൽക്കുന്നു. यूहन्ना के साथ उनके 2 चेले लोग एक जगह पे खड़े हैं. അതിന്റെ തലേ ദിവസം യോഹന്നാന്റെ അടുത്തേക്ക് പിതാവായ ദൈവം അയച്ചു. उसके 2 दिन पहले यूहन्ना के पास प्रभु को परमेश्वर ने भेजा. उसके पास അതേ യേശുവിനെ അന്നാളിൽ സ്നാപ യോഹന്നാൻ സ്നാനപ്പെടുത്തി. उस दिन यूहन्ना बपतिस्मा ने प्रभु यीशु मसीह को बपतिस्मा दिलाया. പിറ്റേന്നാൾ അതേ യേശു യോഹന്നാന്റെയും തന്റെ ശിഷ്യന്മാരുടെയും മുൻപിലൂടെ പിതാവായ ദൈവം കടത്തിവിടുന്നു. उसके दूसरे दिन यूहन्ना बपतिस्मा देने वाला और उसके 2 चेलों के सामने से प्रभु यीशु जा रहा थे. ഈ ദിവസത്തിൽ സ്നാപ യോഹന്നാന്റെ സാക്ഷ്യത്തിന് ഒരു വ്യത്യാസമുണ്ട്. इस दिन यीशु मसीह के बारे में प्रेरित बपतिस्मा देने यूहन्ना बपतिस्मा देने वाले को गवाही का एक अंदर है. ഈ സ്നാപ യോഹന്നാൻ തന്റെ കൂടെയുള്ള ശിഷ്യന്മാർക്കാണ് ഇന്ന് ദൂത് കൊടുക്കുന്നത്. आज अपने 6 लोगों को यह संदेश दे रहा है. ഇതാണ് ദൈവത്തിന്റെ കുഞ്ഞാട്. और बोल रहा है, देखो ये परमेश्वर का मेमना है. ഒരു അറുക്കപ്പെടുവാനുള്ള ഒരു മൃഗത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഏവർക്കും പരിചിതമാണ്. जो एक काटने वाला एक जानवर के बारे में हम लोगों को अगर बोलेगा तो हम लोग बड़े परिचित लोग हैं. യാഗങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നല്ല അറിവുണ്ട്. हालेलुया. जानवरों के बारे में या बलिदान के बारे में बोलेगा तो हम लोगों को अच्छी जानकारी है. യഹൂദന്മാരെ സംബന്ധിച്ച് നമ്മേക്കാൾ വളരെ അറിവുണ്ട്. हालेलुया. जो यहूदी लोगों को बलिदान के बारे में अगर बोलेगा तो वो लोग बहुत अच्छे जानकारी रखते हैं. യഹൂദനെ വിട്ട് ഇന്ന് നമ്മളുടെ മുമ്പിൽ ഇതേ വചനം പിതാവായ ദൈവം അരുളി ചെയ്യുമ്പോൾ हालेलुया. आज स्वर्गदूतों को भेजकर हमारे सामने ये वचन को अगर प्रभु का वाणी मिलेगा तो
ഇന്ന് യോഹന്നാനെ കൊണ്ട് നമ്മോടൊരു ദൂത് അറിയിക്കുന്നുണ്ട്. आज यूहन्ना के द्वारा एक संदेश प्रभु हमको भेज रहा है. ദൈവത്തിന്റെ കുഞ്ഞാട്, देखो परमेश्वर का मेमना. ഈ നമ്മുടെ മുമ്പിലൂടെ പിതാവായ ദൈവം കടത്തിവിടുന്ന യേശുവിനെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടുവോ? उस यूहन्ना के सामने से चलने वाला यीशु को हम अपनी दिलों से देख रहा है क्या? അന്ന് യോഹന്നാനും ശിഷ്യന്മാരും അവരുടെ കൺകുളിർക്ക കണ്ടു എങ്കിൽ उस दिन यूहन्ना और उनके चेले लोग अपनी आंख भरकर प्रभु को देखा. ഇന്ന് നമുക്ക് വചനമായി നമ്മുടെ മുൻപിലൂടെ പിതാവായ ദൈവം അവനെ നടത്തി വിടുകയാണ്. हालेलुया. आज वचन के द्वारा परमेश्वर ने हमारे सामने से उस यीशु को चला रहा है. യേശു അവരുടെ മുൻപിലൂടെ കടന്നുപോയത് കണ്ടു. സ്നാപക യോഹന്നാൻ പറഞ്ഞ സാക്ഷ്യവും കേട്ട രണ്ട് ശിഷ്യന്മാർ यीशु मसीह को देखा हुआ और उनका यूहन्ना बपतिस्मा का गवाही को सुनने वाला जो चेले लोग दोनों, അവർ കേവലം സാക്ഷ്യം കേൾക്കുക മാത്രമല്ല ചെയ്തത്, ആ സാക്ഷ്യത്തെ അവർ പിന്തുടർന്നു. वो गवाही को सिर्फ सुनने वाला और देख यीशु को देखकर बैठने वाला नहीं था, उस गवाही को पीछे वो चलने लगा. അവരുടെ മുൻപിലൂടെ കടന്നുപോയ യേശുവിന്റെ പിന്നാലെ അവർ പിഞ്ചെന്നു. वो उनके सामने से जो चल रहा था यीशु के पीछे पीछे वो लोग होने लगा. നാമും അറിയാതെ കഴിഞ്ഞ നാളുകളിൽ ലോകത്തിലായിരുന്നപ്പോൾ पिछले दिनों में हम भी ये दुनिया की अलग अलग बातों में होते थे. ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, आज परमेश्वर की वचन सुनने वाला मेरा असीसो, നമ്മുടെ എല്ലാം ഹൃദയത്തിന്റെ കണ്ണുകളുടെ മുൻപിലൂടെ പിതാവായ ദൈവം തന്റെ പുത്രനെ വചനമായി നടത്തിയില്ലേ? आप ये क्यों नहीं याद करते? प्रभु परमेश्वर ने पवित्र वचन के द्वारा हमारे सामने से यीशु को चलाया है कि नहीं? അപ്പോൾ അതിനോടുകൂടി ഒരു ദൂതും അവൻ ആത്മാവിൽ തന്നു. उसके द्वारा एक संदेश भी हमको दिया. നിങ്ങളുടെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിത, तुम्हारे पापों को उठाने वाला परमेश्वर का मेमना देखो. നിന്റെ പാപത്തിന്റെ പരിഹാരമായി ഞാൻ അയച്ച പുത്രൻ ഇതാ. तुम्हारी पाप की छुटकारा के लिए मैंने भेजा हुआ परमेश्वर का पुत्र देखो. അന്ന് നമ്മൾ ആരും അതിന്റെ പൂർണ്ണത അറിഞ്ഞില്ല. उस दिन हम उस चीजों का पूर्तिकरण को नहीं ध्यान दिया. യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിന്റെ പിന്നാലെ പോയതുപോലെ यूहन्ना बपतिस्मा का चेले लोग यीशु मसीह के पीछे जिस तरीके से चला गया, നമ്മളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലേക്ക് ആകർഷിച്ച നാളുകൾക്കായി സ്തോത്രം. हमको भी उसी तरीके से परमेश्वर की पवित्र वचन जो यीशु मसीह के पीछे की ओर आकर्षित किया, इसलिए हम अपनी हाथ उठाकर परमेश्वर को धन्यवाद करेंगे. हालेलुया. ഇന്നും ഇന്നും ഈ വചനം ആകർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. आज भी इस वचन को दुनिया की ओर आकर्षित करते जा रहा है. ദൈവത്തിന്റെ ജനമേ, ആത്മാവിന്റെ കാതുകളിൽ കേൾക്കുവാൻ ഒരു ശബ്ദമുണ്ട്. हे मेरे अजीजों, परमेश्वर की आत्मा के द्वारा कानों में सुनने वाला एक वचन है. നിന്റെ ആത്മാവിന്റെ മുൻപാകെ കടന്നു പോകുന്നവൻ ഇതാ നിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുന്നവനാ. तुम्हारी आंखों के सामने ये चलने वाला पवित्र वचन, ये यीशु तुम्हारी पाप की छुटकारा देने वाला है. നിനക്ക് നിത്യതയിൽ എത്തിക്കുന്നവനാ. तुम्हें अनंतकाल का जीवन प्रदान करने वाला है. ആ ശബ്ദം അന്ന് യോഹന്നാന്റെ ശിഷ്യന്മാർ കേട്ടു. हालेलुया. उस दिन यीशु यूहन्ना बपतिस्मा का चेले लोगों ने ये गवाही को सुना. യേശുവിന്റെ പിന്നാലെ അവർ നടന്നു. वो लोग यीशु के पीछे चला गया. തിരിഞ്ഞു നോക്കി അവരെ കണ്ടു. वो लोग मुड़ कर देखा, यीशु ने उनको देखा. യേശു ചോദിച്ചു, നിങ്ങൾ എന്തു തിരയുന്നു? यीशु ने उनसे पूछा, तुम क्या ढूंढ रहे हो? നാമും ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുവാൻ ഇടയാക്കി തീർക്കുന്നു എങ്കിൽ ദൈവശബ്ദം നമ്മുടെ ആത്മാവിലും അവൻ ചോദിക്കുന്നുണ്ട്. आज उस परमेश्वर की पवित्र वचन की ओर अगर आप ध्यान करेगा तो वो वचन आज आपसे भी पूछ रहा है कि तुम क्या ढूंढ रहे हो. എന്നും നമ്മുടെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്ന ചോദ്യത്തിന് നാം മറുപടി കൊടുക്കണം. നിങ്ങൾ എന്തന്വേഷിക്കുന്നു? हालेलुया. आज भी पवित्र आत्मा हमारी दिलों में पूछने वाला उस सवाल का जवाब आपको देना पड़ेगा. आप क्या ढूंढ रहे हो?
പെട്ടെന്ന് ഒരുപക്ഷെ വാക്കുകൾക്ക് മറുപടി പറയുവാൻ കഴിയാതെ വന്നേക്കാം. हो सकता है बहुत जल्दी आपका जवाब नहीं मिलेगा. നമ്മുടെ ആത്മാവിന്റെ ആഴങ്ങളെ അറിയുന്ന പിതാവായ ദൈവം, आपकी आत्मा की गहराइयों को जानने वाला एक पिता ആ ശിഷ്യന്മാരോട് മറുപടി കൊടുത്തത് നമുക്ക് വേണ്ടിയും കൂടെയാണ്. उस चेले लोगों ने ये जवाब दिया, वो हमारे लिए भी है. ഗുരു എവിടെ പാർക്കുന്നു? ए रबी तुम कहाँ रहते हो? യേശുവെ നീ എവിടെ ആയിരിക്കുന്നു? यीशु तुम कहाँ हैं? എനിക്ക് ഞങ്ങൾക്ക് നിന്നെ കുറച്ചുകൂടെ അറിയണമെന്ന് ഒരു ആഗ്രഹം ഉള്ളിൽ ജനിച്ചു. यीशु मसीह हम और थोड़ा आपके बारे में जानना चाहता हूँ. ആദ്യ നാളുകളിൽ നമുക്ക് സുവിശേഷം ഉള്ളിൽ തന്നില്ലേ? शुरू में परमेश्वर की पवित्र वचन हमारे दिल में दिया. അവനെ എങ്ങനെ അന്വേഷിക്കണമെന്ന് നാം അറിഞ്ഞിരുന്നില്ല. उनको किस तरीके से ढूंढना करके हम लोगों को मालूम नहीं था. നമ്മുടെ ആത്മാവിന്റെ ആഴത്തിൽ അവൻ ഒരു പ്രകാശം അയച്ചു. हमारी आत्मा की गहराई में उन्होंने एक प्रकाश को भेजा. ഇരുട്ടിലിരുന്ന നമുക്ക് വെളിച്ചമുദിച്ചു. जिस अंधकार में हम फंसे हुए थे, वहां एक बहुत बड़ा पवित्र ज्योति हमारे लिए प्रकट हुआ. അന്ന് സുവിശേഷം നമ്മോട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? उस दिन सुसमाचार में हमसे पूछा गया कि तुम क्या ढूंढ रहे हो? നീ എവിടെയെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് നമ്മുടെ ആത്മാവ് മറുപടി നൽകി. आप कहाँ हैं करके हालेलुया हमारी आत्मा जवाब दिया. നീ ആര് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആത്മാവ് മറുപടി നൽകി. आप कहाँ हैं, आप कौन हैं करके जानने का एक आग्रह हमारी आत्मा से हुआ. ആ ശിഷ്യന്മാർ രണ്ടും യേശുവിനോടുകൂടെ അന്ന് രാത്രി പാർത്തു എന്ന സുവിശേഷം നമ്മോട് പറയുന്നു. सुसमाचार हम जो कहता है वो दोनों चेले लोग उस रात को यीशु के साथ रहने लगा. ഒരു രാത്രി ഗുരുവിനോടുകൂടെ പാർത്ത രണ്ടുപേർ. एक रात को अपना रब्बी के साथ रहने वाला दो लोग. അവർ പിറ്റേന്നാൾ ഒരു സാക്ഷ്യം പറഞ്ഞു. दूसरा दिन उन्होंने एक गवाही दिया. അത് 40 വാക്യം വായിക്കാം. 40वां वचन में ये लिखा है, उन दोनों में से जो यूहन्ना की बात सुनकर यीशु के पीछे हो लिए थे, एक शमौन पतरस का भाई अंद्रियास था. उसने पहले अपने सगी भाई शमौन से मिलकर उससे कहा, हमको क्रिस्त अर्थात मसीह मिल गया. താങ്ക് യു. ആ ശിഷ്യന്മാരുടെ പേര് ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു. वो दोनों चेलों का नाम पवित्र आत्मा यहाँ लिख कर रख दिया. ഇവിടെ ഒരു ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. यहाँ एक संदेश पवित्र आत्मा हमको याद दिलाता है. ആരെങ്കിലും പുറപ്പെട്ടാൽ അവരുടെ പേര് ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കും. कोई भी व्यक्ति परमेश्वर यीशु मसीह को जान लिया तो उनका नाम प्रभु की जीवन की किताब में लिखता है. ഇത് സത്യമായും വിശ്വസിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങൾക്ക് തയ്യാറുണ്ടോ? हालेलुया. इस बात को सच्चाई के रूप से आप विश्वास करने के लिए तैयार है क्या? ഇത് സത്യവചനമെങ്കിൽ, अगर ये सच्चा वचन है तो, ഇത് ജീവനുള്ള ദൈവത്തിന്റെ ആലോചനയെങ്കിൽ, ये परमेश्वर की जीवित संदेश है तो, യോഹന്നാന്റെ സാക്ഷ്യം കേട്ട് പുറപ്പെട്ടവരുടെ പേരുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു എങ്കിൽ, ये यूहन्ना बपतिस्मा का गवाही को सुनकर यीशु के पीछे हुआ चेलों का नाम अगर पवित्र वचन में लिख कर रख दिया तो, സാക്ഷ്യം കേട്ട് ഇറങ്ങിത്തിരിക്കുന്നവരെ എന്റെയും നിങ്ങളുടെയും പേരുകൾ ജീവപുസ്തകത്തിൽ പിതാവായ ദൈവം എഴുതി ചേർക്കുക തന്നെ ചെയ്യും. हालेलुया. आज जो प्रभु यीशु मसीह के निकल आया हुआ हर एक व्यक्तियों को मैं बड़े खुशियों के साथ बताना चाहता हूँ, आप और हमें हमारा हर एक का नाम जीवन का किताब में प्रभु पक्का लिख कर रखा हुआ है. ആമേൻ. ഹല്ലേലൂയ. हालेलुया. ആ ശിഷ്യന്മാർ ഒരു രാത്രി കൊണ്ടൊരു കാര്യം പിതാവായ ദൈവം അവരുടെ ഹൃദയത്തിൽ കൊടുത്തു. वो चेले लोगों को एक रात से परमेश्वर का एक बहुत बड़ा संदेश उनकी मनों में आया. ഇവർ ഞങ്ങളുടെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എങ്കിൽ, अगर ये हमारी पापों को उठाने वाला परमेश्वर की मेमना है तो, അവൻ ഞങ്ങളുടെ മെസ്സിഹയും കൂടെയാ. वो हमारा मसीह भी है. ഇന്നലെ രാത്രി ഞങ്ങൾ അവനോടുകൂടെ ആയിരുന്നത് കൊണ്ട്,
कल रात को हम उनके साथ था, इसलिए അവൻ ഞങ്ങളുടെ കർത്താവെന്ന് ഞങ്ങൾ അവനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. वो हमारा प्रभु है करके हम गवाही देता हूं. ഒരു രാത്രി കൊണ്ട് അവർ അവരുടെ രക്ഷകനെ കണ്ടെത്തി. एक रात के द्वारा उन्होंने अपने उद्धारकर्ता को देख लिया. നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് അവരോട് ചോദിച്ചവൻ നിത്യനായ ദൈവമായിരുന്നു. वो क्या ढूंढ रहा करके हालेलुया पूछने वाला अनंतकाल का परमेश्वर वही था. പാപത്തിന് മറുപടി ലഭിക്കാതിരുന്ന ഹൃദയങ്ങൾക്ക് അവൻ മറുപടിയായി തീർന്നു. जो व्यक्ति को पाप से भरे हुए व्यक्ति को जो जवाब नहीं था, उन्होंने जवाब दिया. ഞാൻ തരുന്ന സമാധാനം നിങ്ങളിൽ നിന്നും ആരും എടുത്തു കളയുകയില്ല എന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുന്നവനായി തീർന്നു. हालेलुया, जो मैं तुम्हें शांति देता हूं तुमसे कोई नहीं उठा सकता करके उनको हालेलुया धीरज दिया. പിറ്റേന്നാൾ രണ്ട് ശിഷ്യന്മാർ തന്റെ സഹോദരന്മാർക്ക് സാക്ഷ്യം പറഞ്ഞു. हालेलुया, दूसरा दिन दोनों भाई लोग चेले लोग के सामने गवाही दिया. ഞങ്ങൾ ഞങ്ങളുടെ രക്ഷകനെ കണ്ടെത്തി. हम लोग हमारी उद्धारकर्ता को देख लिया. ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ കണ്ടെത്തി. हम अपने प्रभु को पा लिया. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ പാപത്തിന് പരിഹാരം കണ്ടെത്തി. एक और बातों से बताएगा तो हम अपने पाप का छुटकारा पा लिया. ഇരുവഴുത്തുകളിൽ എഴുതിയിരുന്ന മശിഹയെ ഞങ്ങൾ കണ്ടെത്തി. जो परमेश्वर की पवित्र वचन के अंदर जो लिख के रखे थे नबियों के द्वारा, जो मसीह करके वो मसीह को हमने मिल लिया. ഇന്ന് വരെ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ജനമേ, आज तक परमेश्वर के पवित्र वचनों को सुनने वाला प्रभु की आशीष हो. ഇത്രയും നാളുകൾ കൊണ്ട് നിങ്ങൾ ആരെ കണ്ടെത്തി? आज तक आपने किसको पा लिया? നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരം കണ്ടെത്തിയോ? आपकी पाप की छुटकारा पा लिया क्या? നിങ്ങളുടെ രക്ഷകനെ കണ്ടെത്തിയോ? आप अपने उद्धारकर्ता को पा लिया क्या? ഞാൻ എന്റെ മെസ്സിഹയെ കണ്ടെത്തി എന്നുള്ളൊരു സാക്ഷ്യം പറയുവാൻ കഴിഞ്ഞുവോ? आपको अपना मसीह को आपने पा लिया करके एक गवाही है क्या आपके अंदर? എന്റെ പേരും അവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു എന്ന് ഉറപ്പ് പ്രാപിച്ചുവോ? जीवन का किताब में आपका नाम लिख दिया करके एक विश्वास है क्या आपके पास? പെട്ടെന്ന് ഞാൻ മറ്റൊരു ഇടത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. बहुत जल्दी में एक दूसरी जगह पर आपकी ध्यान को ले जाना चाहता हूँ. ലൂക്കോസിന്റെ സുവിശേഷം लूका रचित सुसमाचार 8-ാം അധ്യായം 8वां अध्याय 24-25 വാക്യങ്ങൾ. 24 और 25 वचन. तब उन्होंने पास आकर उसे जगाया और कहा, स्वामी स्वामी, हम नाश हुए जाते हैं. तब उसने उठकर आंधी को और पानी की लहरों को डांटा और वे थम गई और चैन हो गया. तब उसने उनसे कहा, तुम्हारा विश्वास कहाँ था? पर वे डर गए और अचंभित होकर आपस में कहने लगी, यह कौन है जो आंधी और पानी को भी आज्ञा देता है और वे उसकी मानते हैं. ഇവിടെ ഇന്നത്തെ സാഹചര്യം പോലെ തന്നെ, ഇന്ന് നമ്മളായിരിക്കുന്ന പരിതസ്ഥിതിയുടെ സാഹചര്യം പോലെ തന്നെ ലോകത്തിന്റെ തിരമാലകൾ കണ്ട് ഇന്ന് നാം ഭയവിഹ്വലരായിരിക്കുകയല്ലേ? आज हम दुनिया की बड़े बड़े लहरों, बीमारियों की लहरों, डर की लहरों, मृत्यु की लहरों से हम भयचित हैं. അനേകരും മൗനമായെങ്കിലും ഈ വാക്കുകൾക്ക് സമാനമായി നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആലോചന ഉയരുന്നില്ലേ? बहुत सारे लोग बड़े दुखी से चुपचाप बैठा है, लेकिन उनके दिल से ये बातें उठते हैं कि नहीं? അന്ന് ശിഷ്യന്മാരുടെ അനുഭവം തിരുവഴുത്തിൽ എഴുതിയുവെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിലും ഉയരുന്നില്ലേ? നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു, നിനക്ക് ഞങ്ങളെ കുറിച്ച് വിചാരമില്ലയോ? उस दिन जैसे चेले लोगों ने मसीह से पूछा, हे प्रभु, हम लोग देखो हालेलुया खत्म हो रहा है, हालेलुया, आपको इसमें हालेलुया चिंता नहीं है क्या? യേശു ശിഷ്യന്മാർക്ക് കൊടുത്ത മറുപടിയിൽ ഒരു പ്രധാന മർമ്മമുണ്ട്. यीशु ने चेले लोगों को देने वाला जवाब में एक बहुत बड़ा भेद है. യേശു ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? यीशु ने उनसे पूछा गया, तुम्हारी विश्वास कहाँ है? അതേ യേശു അന്ന് ശിഷ്യന്മാരോട് ചോദിച്ചെങ്കിൽ ഇന്നും നമ്മോട് ചോദിക്കുന്നു, നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി തീർന്നില്ലേ? आज प्रभु हमसे उस दिन चेले लोगों से पूछा, उसी जैसा हमसे पूछ रहे आज,
तुम मेरे चेले, मेरे विश्वासी बन गया, तुम्हारा विश्वास कहाँ है? അന്ന് നിങ്ങൾ എന്നെ അന്വേഷിച്ചിറങ്ങി. हालेलुया। उस दिन तुम लोग मेरे नाम को देकर मेरे पीछे हो लिया, അന്ന് നിങ്ങൾ എന്നെ കണ്ടെത്തി. उस दिन तुम लोग मेरे को पा लिया, ഞാൻ നിങ്ങൾക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തി തന്നു. मैंने अपने आप को तुम्हारे सामने प्रकट किया, ഞാൻ നിങ്ങളുടെ രക്ഷകനായി തീർന്നു. मैं तुम्हारा उद्धारकर्ता बन गया, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ട ക്രിസ്തുവായി വെളിപ്പെട്ടു. मैं तुम्हारे लिए भेजा हुआ मसीह बन गया, ഞാൻ നിങ്ങൾക്ക് നിത്യതയുടെ വാഗ്ദത്തം വെളിപ്പെടുത്തി. मैंने आपके लिए अनंत काल का वायदा को दे दिया, നിങ്ങൾ എന്നെ വിശ്വസിച്ചു. तुम आप लोग मुझ पर विश्वास किया। ഇന്ന് എന്നോടുകൂടെ ഈ സമുദ്ര മധ്യത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എവിടെ? आज इस लहरों के बीच जो तुम मेरे साथ है तो तुम्हारा विश्वास कहाँ है? ഇന്ന് ലോകത്തിന്റെ തിരമാലയും ദുഃഖവും നിലവിളിയും കേട്ട് ഭയപ്പെടുന്ന ഒരു വിശുദ്ധ ജനമായിട്ടിരിക്കുവാനാണോ തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? हालेलुया। आज दुनिया की लहरों के बीच में हालेलुया डूबने वाला हालेलुया एक छोटे विश्वासी की तरह रहने के लिए नहीं प्रभु ने हमको बुलाया। അന്ന് ശിഷ്യന്മാരുടെ പടകൊഴികെ ആ സമുദ്രത്തിൽ അനേക പടകുകൾ ഉണ്ടായിരിക്കാം. वो उस दिन हो सकता है चेले लोगों को नाव के साथ साथ और भी नावें हो सकता है उस समुद्र में, അനേക പടകുകൾ മുങ്ങിപ്പോയിരിക്കാം. बहुत तेरे लोगों को नाव डूब गया होगा, അനേകർ ആ സമുദ്രത്തിൽ പെട്ടുപോയിരിക്കാം. बहुत तेरे लोगों को लहरों के अंदर डूब गया होगा। പക്ഷെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ചിത്രമുണ്ട്. हमारे लिए दिखाने वाला एक चित्र है। എന്നോടുകൂടെയുള്ള നിങ്ങളുടെ വിശ്വാസം എവിടെ? मेरे साथ जो जीवित मसीह है करके जो तुम विश्वास किया, मेरे साथ जो तुम्हारा विश्वास कहाँ है? ഇന്ന് നിങ്ങളായിരിക്കുന്ന ഈ വിശ്വാസത്തിന്റെ പടക് മുങ്ങിയാൽ ഞാനും നിങ്ങളോടുകൂടെ മുങ്ങും. अगर तुम्हारी विश्वास का नाव अगर डूब गया तो मैं भी तुम्हारे साथ डूब जाएगा। ആ സമുദ്രത്തിന്റെ ആഴത്തിലും ഞാൻ നിങ്ങളോടുകൂടെ ആയിരിക്കും. उस समुद्र की गहराई में मैं भी तुम्हारे साथ है। ആ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് എറിയപ്പെട്ട യോനയോട് കൂടെ ഏതൊരുവനായിരുന്നുവോ, जो हम देखे हैं पुराना नियम में यूना को जो समुद्र के अंदर फेंक दिया था, उस यूना के साथ जो परमेश्वर को उपस्थिति था वही उपस्थिति ആ സമുദ്രത്തിന്റെ ആഴത്തിൽ കിടന്ന യോനയുടെ പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ട്. हालेलुया। वो समुद्र की लहरों की गहराई में रहने वाला योना का प्रार्थना बाइबल में अच्छे से लिख कर रखा है। ആഴത്തിൽ നിന്ന് നിലവിളിച്ചു, എന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിലെത്തി. गहराई से मैंने परमेश्वर को पुकारा, मेरी वो प्रार्थना परमेश्वर के चरणों में पहुंच गया। ദൈവത്തിന്റെ ജനമേ, ഈ ലോകത്തിന്റെ ഈ മഹാശബ്ദത്തിന്റെ നടുവിലും നിന്റെ ആത്മാവിൽ നിന്ന് ഉയരുന്ന നിലവിളി ദൈവസന്നിധിയിലെത്തും. हालेलुया। आज ये दुनिया के बीच में हालेलुया उड़ने वाला तेरा रोना, तेरे आंसू परमेश्वर की चरणों में जरूर पहुंचता है। ഒരു നാളിൽ നാം അവനെ മെസ്സിഹ എന്ന് ഏറ്റുപറഞ്ഞു എങ്കിൽ, एक दिन आप उसको मसीहा करके अगर अंगीकार किया है तो നീ എന്റെ രക്ഷകനും എന്റെ കർത്താവും എന്ന് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് സാക്ഷ്യം പറഞ്ഞു എങ്കിൽ, आप मेरा उद्धार करता और आप मेरा स्वामी और मेरा प्रभु है करके अगर आप अपनी जबान से कह दिया तो അവനൊരു ചോദ്യം എന്ന് നമ്മോട് ചോദിക്കുന്നതിന് നാം മറുപടി കൊടുക്കണം. आज हमसे एक सवाल पूछ रहा है, सवाल का जवाब आपको देना पड़ेगा। ഇന്ന് നിങ്ങളുടെ വിശ്വാസം എവിടെ? आज आपका विश्वास कहाँ है? അന്ന് യേശുവിനോടുകൂടെ 3.5 വർഷം അവരായിരുന്നു എങ്കിൽ, उस दिन 3.5 साल प्रभु की चेले लोग यीशु मसीह के साथ होते थे। യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം ജീവിച്ച ശിഷ്യന്മാർക്കൊരു സാക്ഷ്യം നമ്മോട് പറയുവാനുണ്ട്. यीशु मसीह की जी उड़ने के बाद हालेलुया जी उड़ने का देखा हुआ चेले लोगों को एक गवाही हमको बोलने के लिए है। 3.5 വർഷം അവൻ ഞങ്ങളോടുകൂടെ നടന്നു. 3.5 साल वो हमारे साथ थे। എന്നാൽ ഞങ്ങളുടെ പ്രാണൻ പോകുന്നത് വരെയും അവൻ ഞങ്ങളുടെ ഉള്ളിൽ ജീവിച്ചു. हालेलुया। हमारे प्राण जाने तक वो हमारे अंदर रहा। അതുകൊണ്ട് വിശുദ്ധ ജനമേ, ഇന്ന് അവനെ ഏറ്റുപറഞ്ഞിരിക്കുന്ന ജനം നാം ആയിരിക്കുന്നു എങ്കിൽ, आज आप उनको अंगीकार किया हुआ व्यक्ति है तो ഇന്നും ആരെങ്കിലും അവനെ ഏറ്റുപറയുന്നു എങ്കിൽ,
आज भी कोई उनको अंगीकार करता है तो അവർക്ക് ദൈവവും രക്ഷിതാവുമായി തീരുകയാണ്. उनके लिए परमेश्वर और उनका उद्धारकर्ता बनेगा. യേശുവിന്റെ സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരുടെ പേരുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി ചേർത്ത ദൈവം, यूहन्ना बपतिस्मा का 6 लोगों का नाम पवित्र वचन में लिखा हुआ परमेश्वर, മെസ്സിഹ എന്ന് കണ്ടെത്തുന്നവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതി ചേർക്കുമെന്ന് ഈ ദൈവം പ്രഖ്യാപിച്ചു. हालेलुया. जिन्होंने प्रभु यीशु मसीह को अपना जीवन का उद्धारकर्ता, अपना प्रभु मानते हो, उस व्यक्ति का नाम जीवन का किताब में परमेश्वर लिखेगा, ये पक्का है. ഇന്ന് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുഴങ്ങട്ടെ. आज ये वचन, पवित्र वचन परमेश्वर की आत्मा का द्वारा हमारे अंदर हालेलुया प्रगंबन होने पाए. ഇന്റെയും നിങ്ങളുടെയും മുൻപിലൂടെ വചനമായി ഇന്ന് പിതാവായ ദൈവം കടത്തിവിടുന്നവനെ കണ്ടുവോ? हालेलुया. आपके सामने से, मेरे सामने से जो चलाने वाला मसीह को आप देखा है क्या? ഇതാ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തിയ ദൈവത്തിന്റെ കുഞ്ഞാണ്. देखो, आपकी पाप की छुटकारा कराया हुआ प्रभु यीशु मसीह. ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ ये विश्वास को धीरे से पकड़ने के लिए മുഴുവൻ ലോകവും മുങ്ങി താണുവെങ്കിലും हालेलुया, हो सकता है पूरी दुनिया उस पर डूब जाए. ഒരുപക്ഷെ നമ്മുടെ പ്രാണൻ ഈ ലോകത്തിൽ ശേഷിക്കപ്പെട്ടില്ല എങ്കിലും हो सकता है आपका प्राण ये धरती पर नहीं बच पाए. എന്നോട് കൂടെ എന്നും ആയിരിക്കുന്നവനായ എന്റെ ദൈവം, मेरे साथ हमेशा रहने वाला, होने वाला एक परमेश्वर है. എന്ന് പിതാവായ ദൈവം പുത്രനെ എനിക്ക് വെളിപ്പെടുത്തിയോ, आज परमेश्वर ने पुत्र को हमको प्रकट कराया तो എന്നും എന്നോട് കൂടെ ആയിരിക്കും. हालेलुया, हमेशा वो हमारे साथ रहेंगे. നാം അവനോടുകൂടെ ആയിരിക്കും. हम उनके साथ होंगे. അതുകൊണ്ട് ഈ യേശുവിനെ മെസ്സിഹായും കർത്താവും എന്ന് ഏറ്റുപറഞ്ഞ അതേ സാക്ഷ്യത്തിൽ മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. आज मैं आपको सबको ये आशीर्वाद देता हूँ, जिस मुंह से प्रभु यीशु मसीह को उद्धार करता, अपना प्रभु अपने स्वामी करके स्वीकार किया, वो आपके साथ हमेशा हमेशा रहने पाए. ഈ സാക്ഷ്യം നമുക്കും അനേകരോട് പ്രസ്താവിക്കുവാൻ കർത്താവ് പിന്നെയും സാവകാശങ്ങളെ നൽകും. बपतिस्मा की तरह गवाही आप भी बहुत लोगों को बोलने पाए. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ये वचन के द्वारा प्रभु सबको आशीष देने पाए. അവകാശം തന്ന കർത്താവിന്റെ ദാസനും കുടുംബത്തിനും ദൈവസഭയ്ക്കും നന്ദി പറയുന്നു. वचन बोलने का अवसर दिया प्रभु की कलीसिया के लिए मैं गहराई से धन्यवाद करता हूँ. എല്ലാ വിശുദ്ധ ജനത്തിനായും സ്തോത്രം. प्रभु की अनेक पवित्र लोगों के लिए धन्यवाद. കർത്താവിന്റെ പരിശുദ്ധ വചനത്തിന്റെ നിറവോടെയും ശക്തിയോടെയും അതിന്റെ സമ്പന്നതയോടെയും എല്ലാവരെയും ദൈവം സമ്പന്നരാക്കട്ടെ. परमेश्वर की पवित्र वचन के द्वारा प्रभु सबको हालेलुया आशीष देने पाए. കർത്താവ് തന്ന വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. प्रभु ने जो दिया हुआ विश्वास को हम मजबूत पकड़े. കർത്താവിന്റെ ചോദ്യത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ മറുപടി നൽകാം. ये परमेश्वर की सवाल को हालेलुया अपने जीवन के द्वारा ही जवाब देने पाए. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. प्रभु सबको आशीष देने पाए. ആമേൻ. സ്തോത്രം. थैंक यू पास्टर जी, हमारे बीच में आकर प्रभु का श्रेष्ठ वचनों को दिया गया. प्रभु आपको बहुत ऐसे आशीष दे, अनुग्रह दे. थैंक यू जो चाहे. थैंक यू. होने के लिए
पिता हम धन्यवाद करते हैं आपके दास के लिए आज परमेश्वर की पवित्र वचनों को पिताजी जिस समय पर हम लोग पिताजी हालेलुया बहुत गहरे दुख से गहरे परेशानी से गुजर रहे उस समय जो हमारे का आश्वासन देने वाला पवित्र वचनों को आपके दास के द्वारा हमको दिया हुआ आपने भेज दिए इसलिए धन्यवाद पिताजी। हमारा पिताजी हालेलुया इतनी बड़े लहरों के बीच में हालेलुया हमारा उद्धार करता हमारा स्वामी हमारे करीब होने की वजह से पिताजी कभी कभी हम टूट जाते हैं पिताजी हमको क्षमा कर हमको शक्ति दे बल दे पिताजी हालेलुया। आपके दास को अभिषेक के साथ इस्तेमाल किया धन्यवाद। दासी के लिए बच्चों के लिए विनती करते देश पे आपने रखा जिस मकसद के लिए देखा पिताजी हालेलुया अब दोगुना अभिषेक के साथ इस्तेमाल कर पिताजी दया करना करुणा दिखाना महिमा आपको मिले यीशु मसीह के पवित्र नाम में आमीन।